തിരുവനന്തപുരം നഗരഭരണം പിടിക്കാൻ ബിജെപിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ഈ പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേക്കും നിയോഗിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിയമം വഴി നിയമസഭയിലേക്കും തൃശൂരിലൂടെ ലോക്സഭയിലേക്കും എത്തിയ ബിജെപിയുടെ അടുത്ത ലക്ഷ്യം തലസ്ഥാന നഗരഭരണമാണ്. നഗരം പിടിക്കാൻ കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്നിലേറെ സീറ്റുകൾ ഉറപ്പെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള നീക്കം. ഭരണമുറപ്പിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബിജെപി തലസ്ഥാനത്തിറങ്ങിയത്. ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും CPM-നെ മറികടക്കാനായില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് NDAയുടെ നീക്കം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. മുരളി മേയർ സ്ഥാനാർത്ഥിയായാൽ കഴക്കൂട്ടം മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിലെ നഗരസഭാ വാർഡുകളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. കഴക്കൂട്ടത്തും പ്രകടനം മെച്ചപ്പെടുത്താനായാൽ ഭരണം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ. മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ BJPക്കും യോജിപ്പാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഏജൻസിയാണ് തലസ്ഥാനത്തും BJPക്ക് വേണ്ടി സർവേ തുടങ്ങിയത്. വി മുരളീധരന്റെ സാന്നിധ്യം എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത്. ഒപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവർ മെനയും. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വാർഡുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക പദ്ധതിയും BJP ആരംഭിച്ചിട്ടുണ്ട്. മുരളീധരന് പുറമെ മറ്റു ചില സസ്പെൻസ് സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കാനും ശ്രമം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. നഗരം പിടിക്കാൻ കൈമൈ മറന്ന് BJP ഇറങ്ങുകയാണ്. തന്ത്രപരമായാണ് നീക്കം, അല്ലേ? അശ്വതി, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എല്ലാ പാർട്ടികളും രഹസ്യമായി തന്നെ ഇതിനോടകം തുടങ്ങിയതാണ്. അതിനിടയിലാണ് BJP കേന്ദ്രങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ വളരെ തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. അതായത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുന്നതിനായി മുൻപിൽ നിന്ന് നയിക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് BJPയുടെ ദേശീയ നേതൃത്വം എത്തുന്നു. കഴിഞ്ഞ തവണ 52 സീറ്റുകളായിരുന്നു LDF-നുണ്ടായിരുന്നത്. 35 സീറ്റിൽ UDF-ഉം 35 സീറ്റിൽ BJPയും 10 സീറ്റിൽ UDF-ഉം വിജയിക്കുന്ന തരത്തിലായിരുന്നു നഗരസഭയിലെ കക്ഷിനില. അവിടെ ഈ 35 എന്നുള്ളത് 50-ന് മുകളിലേക്ക് കടത്താൻ വി മുരളീധരന്റെ സാന്നിധ്യത്തിലൂടെ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് BJPയുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു നിർണായകമായ രാഷ്ട്രീയ നീക്കത്തിന് BJP കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. BJPയുടെ ദേശീയ നേതൃത്വമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വവും അതിനോട് പിന്തുണ അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമൊക്കെ ഈ ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്വകാര്യ ഏജൻസി ഇതിന്റെ ഫലം എന്താകുമെന്ന് അറിയുന്നതിന് വേണ്ടി തലസ്ഥാനത്ത് വൻ തുക ചെലവഴിച്ച് അവർ ഈ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സർവേയുടെ തീരുമാനങ്ങളും അവർ മെനയുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളും BJPയുടെ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളിൽ നിർണായകമായി മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളെ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് BJP ഒരുങ്ങുമ്പോൾ അത് LDF-നും UDF-നും ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ, അതോടൊപ്പം കോവളത്തിന്റെ 5 വാർഡുകൾ, ഇത് ചേരുന്നതാണ് തിരുവനന്തപുരം നഗരസഭ. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം മേഖലയിലടക്കം വി മുരളീധരനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചാൽ അതിന്റെ സ്വാധീനം പ്രതിഫലിക്കും വാർഡുകളിൽ എന്ന ഒരു പ്രതീക്ഷ കൂടി BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ അവതരിപ്പിച്ച് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ശ്രമിച്ച LDF-നെ, അതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ മുന്നിൽ നിർത്തി, കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനെ മുന്നിൽ നിർത്തി കടിഞ്ഞാടിനുള്ള ഒരു നീക്കത്തിലേക്ക് BJP കടക്കുമ്പോൾ അത് സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തിരുവനന്തപുരത്ത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ BJP നേതൃത്വം ഔദ്യോഗികമായി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വമൊക്കെ ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി ഡാൻ, എന്തായാലും വി മുരളീധരനെ മുൻനിർത്തിയുള്ള
തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കൽ എന്ന ബിജെപിയുടെ തന്ത്രം അതേത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം. ഡാൻ കുര്യനാണ് ഇതാദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.